എല്ലാവർക്കും നമസ്കാരം. സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് 9ാമത്തെ ദിവസമാണ് കേട്ടോ ഇവിടെ താഷ്കണ്ടിലുള്ളത്. നമ്മൾ താമസിച്ച ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മളിന്ന് ഇപ്പോൾ കാണാൻ വന്നേക്കണത് ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പുലാവ് സെൻ്ററായ ആ ഒരു പുലാവ് സെൻ്ററിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഫേമസ് ആയ ഒരു TV ടവറും കൂടി കാണാട്ടോ. ബേഷ് കുസോ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പുലാവ് സെൻ്ററിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പുലാവ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ രാത്രി ഇങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പുലാവ് ഉണ്ടാക്കുന്നത് കാണാം. ഒരുപാട് അടുപ്പുകളിൽ നമുക്കിങ്ങനെ പുലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ സാധാരണയായി അരി, മാംസം, ക്യാരറ്റ്, അതേപോലെ വിവിധ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ പുലാവ് തയ്യാറാക്കപ്പെടുന്നത്. പുലാവിൻ്റെ പാത്രം കണ്ടോ, ഇതേപോലെ വലിയൊരു പാത്രങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അവർ. അത് ഫിക്സ് ആയി വെച്ച പാത്രങ്ങളാണ്. നമ്മളങ്ങനെ ഇവിടെ ഈ പുലാവ് ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വരണമെങ്കിൽ ഇവിടെ ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അവര് ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ഹലോ, ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ് ഇവിടെ. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ചേട്ടനും ഇങ്ങനെ പുലാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഭയങ്കര ഓയിലാണ് കേട്ടോ. നമുക്ക് ആ മട്ടന്റെ ഇവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഒരു ആടുണ്ട്. ആടിന്റെ ചന്തിയിലെ കൊഴുപ്പ് അത് ഭയങ്കര ഒരു വീർത്ത് വെക്കുന്ന നെയ്യ് മുത്തിയ ഒരു ആടാണ്. ആടിന്റെ ചന്തിയിലെ കൊഴുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യണത് ഈ പുലാവ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഓയിലാണ്. ഉസ്ബെക്കിസ്ഥാനിലെ പൈതൃക വിഭവമായ പുലാവ് കഴിക്കാൻ ഏകദേശം 3000-ലധികം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വിസിറ്റ് ചെയ്യുന്ന ഒരു പുലാവ് സെന്ററാണ്. ഒരു മെയിൻ ഒരു ലൊക്കേഷനാണ് ബേഷ് കുസോ പുലാവ് സെന്റർ. ഇത് അടുത്തൊരു റെസ്റ്റോറന്റ് ഏരിയ ആണ് കേട്ടോ. ഫുൾ ഇങ്ങനെ ഔട്ട് സൈഡ് ഏരിയ ആണ്. അപ്പൊ പുലാവ് സെന്ററിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ പോവാനുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി വന്നിട്ട് നമ്മൾ പുലാവ് കഴിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നേരെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഈ പുലാവ് സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു താഷ്കണ്ട് TV ടവറിന്റെ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഈ പോകുന്നത്. 1978 നിർമ്മാണം ആരംഭിച്ച ഈ താഷ്കണ്ട് TV ടവർ 1985 ഔദ്യോഗികമായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 375 മീറ്റർ ഉയരമുള്ള ഈ ടവർ മുൻകാല സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്നാണ്. അപ്പോൾ നമ്മുടെ റെൻ്റ് കാർ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ റെൻ്റ് കാർ കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് റെൻ്റ് കാർ നമ്മൾ തിരിച്ചു കൊടുക്കണം. കൊടുത്തിട്ടാണ് ഇനിയിപ്പോൾ കസാക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ റെൻ്റ് കാറെല്ലാം തിരിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ റെൻ്റ് കാർ നമ്മൾ എടുത്തിരുന്നത് ഇൻറെൻ്റ് എന്ന് പറയുന്ന ഒരു റെൻ്റ് കാർ ടീമുള്ളത് റെൻ്റ് എടുത്തത്. പക്ഷെ നമ്മളവിടെ ഒരു 2 മില്യൺ ഉസ്ബെക്ക് സോമ നമ്മളവിടെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു $160 കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ക്യാമറ അടിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അവർ 5 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് വന്ന ഫൈനുകളൊക്കെ അവർ പേ ചെയ്തതിന് ശേഷം ബാലൻസ് പൈസ നമുക്ക് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുള്ളൂ. അതാണ് അവരുടെ ഡീൽ വെച്ചത്. പിന്നെ വണ്ടി നമ്മൾ സേഫായിട്ട് അവർ കൊടുത്തു. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് നമ്മൾ ക്ലിയർ ആയിരുന്നു. ബാക്ക് പാക്ക് മാത്രമായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ തലവേദനയില്ല കേട്ടോ. നമുക്ക് എവിടെയും ഇങ്ങനെ പോകാനുള്ളൊരു ഈസി ആക്സസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. കസാഖിസ്ഥാൻ്റെ ബോർഡറായ ഗിഷ്ത് കുപ്രിക്ക് എന്ന് പറയുന്ന ആ ഒരു ബോർഡർ ക്രോസിങ്ങിൻ്റെ അടുക്ക് നമുക്ക് പോകാൻ കേട്ടോ. താഷ്കണ്ടിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഉസ്ബെക്ക് ബോർഡറായ ഗിഷ്ത് കുപ്രിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ യാൻഡെക്സ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. റെൻ്റ് കാറിൻ്റെ അവിടെ നിന്ന് 61,000 രൂപയാണ് കേട്ടോ അതിന് ചാർജ് വന്നത്. നമ്മളങ്ങനെ നടന്ന് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഇതവരങ്ങനെ ക്രോസ് ചെയ്തല്ലോ. JML പ്ലാസ എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് മാളൊന്നുണ്ട് ഇവിടെ ഉണ്ട്.
ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും ഇടയിലെ പ്രധാനപ്പെട്ട യാത്രയും വ്യാപാരവും നടക്കുന്ന ഒരു ബോർഡർ ക്രോസിംഗ് ആണ് ഈ ഒരു ബോർഡർ ക്രോസിംഗ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് കേട്ടോ ഈ ഒരു ബോർഡർ ക്രോസിംഗ് ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മുടെ യുഎഇയിലെ റെസിഡൻസ് ഇതും പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ നേരെ വിസ അടിച്ച് തരണം. ഫ്രീ ആണ്, വിസയൊക്കെ ഫ്രീ ആണ്. ചിലപ്പോൾ ഒരു പൈസ പോലും നമ്മൾ കൊടുക്കണ്ട. അങ്ങനെയാണ്. ബോർഡർ ക്രോസിംഗ് ഒക്കെ വളരെ ഈസി ആയിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, സുഖമാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ. ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനിലൊക്കെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ കാര്യങ്ങളൊന്നും വേണ്ട, ഓൺ അറൈവൽ വിസയാണ്. കസാക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് കാറിൽ ബോർഡർ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുകളാണിത്. ഇതിപ്പോൾ അവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിൽ കസാക്കിസ്ഥാനിലേക്ക് വന്ന ബസ്സാണ് കേട്ടോ. ബസ്സിൽ നമുക്ക് വരാം, കാറിൽ വരാം, അല്ലെങ്കിൽ പിന്നെ നടന്നു വരാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര തിരക്ക്. എല്ലാ ആൾക്കാരും ഉണ്ട്. ടാക്സിക്കാര്, അത് ഇത് മണി എക്സ്ചേഞ്ച്, അത് വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ആകെ ഒരു തിക്കും തിരക്കാണ്. ഒരു മാർക്കറ്റിൽ വന്നൊരു പോലെയാണ് കേട്ടോ. ഹായ്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കസാക്കിസ്ഥാനിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ ഫുഡിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് കേട്ടോ നമുക്കിവിടെ കസാക്കിസ്ഥാനിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് ബോർഡർ ക്രോസ് ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് ഇപ്പോൾ സിം എടുക്കാൻ പോകാം. ഞങ്ങൾ ഈ വഴിക്കോട് നടന്നപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടതാണ് കേട്ടോ. ബോർഡ് കണ്ടപ്പോൾ നേരെ അകത്ത് പോയി നോക്കിയതാണ്. പിന്നെ ഒരുപാട് മണി എക്സ്ചേഞ്ചെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെലിറ്റ്യൂ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിമ്മാണ് എടുത്തത് കേട്ടോ. അത് 6000 ടെങ്കിക്കാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ബായിട്ട. അപ്പോൾ നമ്മൾ ബായിട്ടാണ് നമ്മൾ സിം എടുക്കുന്നത്. 49 ദിർഹംസ് വരുന്നത്. 6000 ടെങ്കിന്ന് അറിയും. അത് 35 GB ഉണ്ട്. അതുപോലെ ഒരു 300 മിനിറ്റ് വിളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്മാണ് നമ്മൾ എടുക്കണേ. സിം എടുത്തു കേട്ടോ. സിം എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഇനി ബസ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. കസാക്കിൽ കടന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അൽമാട്ടിക്ക് പോകാൻ തീരുമാനം എടുത്താണ്. അൽമാട്ടി 2 ദിവസം. അപ്പോൾ നൈറ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബസ് പോകുന്നുണ്ട് കേട്ടോ. 7 o'clock ഒരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ അവിടെ എത്തും. അത് സ്ലീപ്പർ ബസ്സാണ്. ഇവിടെ കുറേ ബസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ ബസ് അൽമാട്ടയ്ക്കുള്ള ബസ് നോക്കി 10,000 പറഞ്ഞ അൽമാട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ കേട്ടോ. 10,000 ടെങ്കിയാണ് പറയാൻ കേട്ടോ. ഇതേപോലെ സ്ലീപ്പർ ബസ്സാണ്. ഇതൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ലോങ് ഡ്രൈവ് ബസ് പോകാനുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അസ്ഥാനയ്ക്ക് പോകുന്ന ബസ്സുകളുണ്ട്, അൽമാട്ടിക്ക് പോകുന്ന ബസ്സുകളുണ്ട്. ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ഡ്രൈവ് വരാവുന്ന ഒരു ബസ്സുകളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ വന്നത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു വണ്ടികൾ നടക്കുന്നുണ്ട്, ബസ്സുകൾ. അപ്പോൾ അവിടെ പോയി നമുക്ക് ചോദിച്ചോക്കാം. ഇത് അടുത്തൊരു ബസ്സാണ് കേട്ടോ. ഏകദേശം 10 മണിക്കൂറോളം നമുക്ക് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾ ആദ്യം അൽമാട്ടി പോകേണ്ടത് വിചാരിച്ചാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് അൽമാട്ടിക്ക് പോകുന്നത്. അപ്പോൾ നേരെ ബോർഡർ ക്രോസ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ബസ് ഉണ്ട്. ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 7500 ടെങ്കയാണ് നമുക്ക് വന്നത്. ടെങ്ക എന്ന് പറയും ഇവിടുത്തെ വണിയുടെ പേര്. ഇപ്പോൾ 7500 ടെങ്കയാണ് വന്നത്. ഒരു ദിർഹംസ് എന്ന് പറഞ്ഞാൽ 130 ടെങ്കയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു ക്യാഷ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ അവിടെ നമ്മൾ അൽമാട്ടി ബസ് സ്റ്റേഷനിൽ നമ്മൾ ഈ ബസ് അവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. Kazakhstan, good, yeah, beautiful. Yeah, Almaty. Yeah, Mumbai. Kerala. Kerala. Yeah. കസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരവും മുൻ തലസ്ഥാനവുമാണ് അൽമാട്ടി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മുതൽ 900 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഭാഗത്തെ കുന്നുകൾ കൊണ്ട് ഈ നഗരം ചുറ്റപ്പെട്ടിരിക്കുന്നു. കോക് ടോബി ഹിൽ, ഷിംബുലാക് സ്കീ റിസോർട്ട്, പാൻഫിലോ പാർക്ക്, ഗ്രീൻ ബസാർ, ചരിൻ കാനിയോൺ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു യാത്ര നമുക്ക് ബോറടിക്കില്ല കേട്ടോ. നമുക്കിങ്ങനെ അതേപോലെ തന്നെ കിടന്ന് യാത്ര ചെയ്യുന്നുള്ളത് നമുക്ക് യാതൊരുവിധ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഈ ഒരു ബസ്സിലാണ് വന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അൽമാട്ടി ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബസ് സ്റ്റേഷൻ. ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. നമുക്കിവിടെ വന്ന് ഇനി തിരിച്ചു പോകാനുള്ള ഒരു ബസ്സും കൂടി നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽമാട്ടി ബസ് സ്റ്റേഷനിലാണ് കേട്ടോ. ഏകദേശം ഒരു 12 മണിക്കൂറോളം നീണ്ടുന്നൊരു യാത്ര കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. യാത്രയ്ക്ക് കുഴപ്പമുണ്ടായില്ല. നല്ല സ്ലീപ്പർ ബസ് ആയതുകൊണ്ട് നമുക്ക് കിടന്ന് യാത്ര ചെയ്യാം. അങ്ങനെ ഒരു ബസ് ആയതുകൊണ്ട് നമുക്ക് യാത്രയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എത്തി. ഇപ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. നേരെ റൂമിൽ പോയിട്ട്
ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി ഒന്നില്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ മെട്രോ ഏതായാലും പിടിക്കണം. അതിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. താഷ്കണ്ട് പോകാനുള്ള കുറേ വണ്ടികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ചോദിച്ചു നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ്റെ ബസ്സിലാണ് നമ്മൾ ആളെ തിരിച്ച് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡീലാക്കിയിട്ടുണ്ട് 9,000 ടങ്കിക്ക് നമ്മളിപ്പോൾ ഡീലാക്കിയിട്ടുണ്ട്. ഓക്കെ പ്രൂഫേ. ബസ് സ്റ്റാൻഡിൽ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കാം. അപ്പോൾ വലിയ ഷോപ്പൊന്നുമില്ല, ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ ഒരു ബ്രെഡ് പോലത്തെ സംഭവമാണ് കേട്ടോ വാങ്ങിച്ചത്. അതിൻ്റെ പേരെന്താ അറിയില്ല, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ബ്രെഡാണ്. ഒരു ബ്രെഡ് കഴിക്കാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അല്ലേ നെയ്പത്തിരി കോലിരിക്കുന്ന സംഭവമാണ്, കുഴപ്പമില്ല. അപ്പുറ സൈഡിലെ മലകളുടെ മേലെ ഫുള്ള് നമുക്ക് മഞ്ഞാണ് കാണാൻ പറ്റുന്നത് കേട്ടോ അറ്റത്ത്. അപ്പൊ അൽമാട്ടി സിറ്റിയിലെ കാഴ്ചകളുണ്ട്. ഇവിടെ നോക്കി കുറെ ബസ്സുകളുണ്ട്. പച്ചക്കളർ ബസ് ഉണ്ട്, അല്ലാത്ത ബസ് ഉണ്ട് കണ്ടോ. CNG ഉണ്ട്, എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് ബസ് ഉണ്ട്. ഇത് വേണ്ട, കൂടുതലും ഗ്രീൻ കളറാ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് ആയിരിക്കാം. ഇവിടെ ഒരു സബ്വേ ഉണ്ട്. ഇവിടെ നമ്മൾ അപ്പുറത്തെ റോട്ടിലേക്ക് കിടക്കണം കേട്ടോ. നമുക്ക് അപ്പുറത്തേക്ക് പോകണം. ഇവിടെ നമുക്ക് ഇതേപോലെ വലിയൊരു മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പൊ നമ്മള് ഒരു ടാക്സി ബുക്ക് ചെയ്തോട്ടെ, ഞാൻ ടാക്സി വഴി. നമ്മളിപ്പോ ബുക്ക് ചെയ്താൽ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ പോവാണ്. ഇന്നലെ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എന്താ പരിപാടി. റെസ്റ്റോറന്റുകളൊക്കെ കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. ഹോട്ട് പോട്ട് ഉണ്ടോ? നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ പോകണ്ട. അപ്പൊ ഇവിടെ ഒരു കനാല് കാണാൻ പറ്റുന്നുണ്ടോ. റോഡിൽ മൊത്തം ഇങ്ങനെ വെള്ളം കേട്ടോ. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അൽമാട്ടി സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നിറച്ചിങ്ങനെ അപ്പാർട്ട്മെന്റുകളാണ് കണ്ടോ. കുറെ അപ്പാർട്ട്മെന്റുകളുണ്ട് ഇവിടെ. ഇവിടെ ലൈൻ പോണാണ്. ഇത് ഇലക്ട്രിക് ബസ് പോണതാണ് കേട്ടോ. ഇലക്ട്രിക് ബസ് പോണ ലൈനിന്റെ മേലെ ഒരു മൊത്തം ഇങ്ങനെ പവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് നമ്മൾ വന്നിട്ടോ. നമ്മളിപ്പോഴാണ് കുറച്ച് നേരത്തെയാണ് നമ്മളിപ്പോൾ റൂം ബുക്ക് ചെയ്തത്. ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. നാളെ വൈകിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ താഷ്കണ്ടി പോകണം കേട്ടോ. എന്തായാലും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് താഷ്കണ്ടിന്നാണ്. അതുകൊണ്ട് പിന്നെ അവിടെ ഒന്ന് പോകണം. അത് കുഴപ്പമില്ല. എന്തായാലും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാൻ വിചാരിച്ചിരുന്ന അൽമാട്ടി. ഇവിടെ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് റഷ്യനാണ്. ഇവിടുത്തെ കസാക്ക് സംസാരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമുള്ള ഒരു ആൾക്കാരൊക്കെ നമ്മൾ കണ്ടോ എല്ലാവരും റഷ്യനാണ്. അപ്പോൾ നമ്മളത് ആ ഒരു ട്രാൻസ്ലേറ്റർ ത്രൂവിലാണ് കേട്ടോ ഇവർക്ക് നമ്മളായിട്ടൊരു കോൺവെർസേഷൻ നടക്കുള്ളൂ. നമ്മൾ തന്നെയാണ് ലൊക്കേഷനിൽ സെലക്ട് ചെയ്യുന്നതും പോകുന്നതും ബുക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തിയാണ് കേട്ടോ. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ. ഇതിലാണ് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തതാണ്. പക്ഷെ അതുപോലത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. നേരെ പോവാം, നമ്മളെ റൂമിലേക്ക് പോവാം കണ്ടോ. അപ്പോൾ നമ്മൾ കീ എടുത്തിട്ട് അവിടെ പോവാണ്. ഈ 14th ഫ്ലോറിലാണ് 258 അപ്പാർട്ട്മെന്റ്. 200 dirhams വന്നത്. അത് വലിയൊരു ഫ്രിഡ്ജുണ്ട്, അതുപോലെ ഒരു കബോർഡ് ഉണ്ട്, അതുപോലെ ഒരു ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ട് പ്ലേറ്റ്, TV, പിന്നെ ഒരു വിൻഡോ. ഇവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ ബിൽഡിങ്ങിന്റെ. നല്ല അടിപൊളി ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. പുതിയൊരു അപ്പാർട്ട്മെന്റ് ആണെന്നുണ്ട്. ഇത് പുതിയൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ പുതിയൊരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇതിപ്പോ വാഷ്റൂമാണ്. വാഷ്റൂമിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് ഉണ്ട് ഇവിടെ. അതുപോലെ മെയിൻ കാര്യം വാഷിംഗ് മെഷീൻ കേട്ടോ. വാഷിംഗ് മെഷീൻ നമുക്ക് യൂസ് ചെയ്യാം. ക്യൂൺ സൈസ് ബെഡ് കേട്ടോ. ഇവിടെയും ഒരു വിൻഡോ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വലിയ വാർഡ്രോബ് കേട്ടോ. നല്ല സെറ്റപ്പാണ്. എല്ലാ സാധനങ്ങളിലും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അധികം നേരം ഇവിടെ ഇല്ല. അപ്പൊ നമ്മളിപ്പോ തന്നെ ഇറങ്ങാൻ പോവാ. ഇന്നും നാളെ ഒറ്റ ദിവസത്തേക്കാണ് ഈ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ നമുക്ക് ഇവിടെ ഇറങ്ങണം. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. പെട്ടെന്ന് പോയി ഓരോ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു പരിപാടി നോക്കണം. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഇവിടുന്ന് പോകണം കേട്ടോ. അപ്പൊ ഇനി നമുക്കിനി ബാക്കി അടുത്ത കാഴ്ചകളാണ്. അൽമാട്ടിയിലെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.